ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ ബ്രഹ്മചര്യവ്രതം തട്ടിയെടുക്കുന്നത് പോലെ ഒരു ഫോഴ്സ്ഫുള്ളായിട്ട് ബാംഗ്ലൂർ വെച്ച് ഇത് സംഭവിച്ചപ്പോൾ എൻ്റെ നിത്യവ്രതം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് എന്നെ ഒരച്ഛൻ സ്വയം നേക്കഡായി എന്നോടും നേക്കഡാവാൻ നിർബന്ധിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരിയാണ് കൂട്ടുപോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. കൂട്ടുപോകണ സിസ്റ്ററെ പുറത്തിരുത്തിയിട്ട് ഇവർ രണ്ടാളും മുറിയിൽ അടച്ചിട്ടിട്ട് മണിക്കൂറുകൾ. സിസ്റ്റർക്ക് പുറത്തിരിക്കുന്ന സിസ്റ്റർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. നല്ലൊരു മദറായിരുന്നു അന്നത്തെ മദർ എന്നോട് ഒരു ദിവസം പറയാനേ, ഭാഗ്യം ആ സിസ്റ്റർ ഹിസ്റ്റക്ടമി ഓപ്പറേഷൻ ചെയ്തത്, കാരണം ഇനി രാത്രി തിരിച്ചു വന്നില്ലെങ്കിലും പേടിക്കണ്ടല്ലോ, അതായത് ഗർഭിണിയാവില്ലല്ലോ എന്ന്. എനിക്കത് കേട്ടിട്ട് ഷോക്കടിച്ചിട്ട് ഞാൻ ചോദിച്ചു, മദറേ ഇതാണോ ബ്രഹ്മചര്യം? ഇപ്പം മുൻ മേയർ രാധാകൃഷ്ണൻ സാർ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെ വിപ്ലവകാരിയായ ജീസസിനെ അനുധാവനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ എന്തെല്ലാം നല്ല മാറ്റങ്ങൾ വരും. ഞാൻ പറഞ്ഞു, എൻ്റെ സാറ് തെറ്റിപ്പോയി. ഇവിടെ ഞങ്ങളൊരു ജീസസിനോ മെഴുക്കുപുരട്ടി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് മാത്രം ചെയ്യുന്നൊരു ജീസസ്, അല്ലെങ്കിൽ അധികാരികൾ പറയുന്നത് ചെയ്യുന്നൊരു ജീസസ്, അല്ലാതെ നിങ്ങൾ ഉദ്ദേശിച്ച വിപ്ലവകാരി ജീസസ് ഒന്നും ഇവിടെയില്ല. 35,000 കന്യാസ്ത്രീകൾ 100% മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞ് വന്നത് ജെനുവിനാണെങ്കിൽ 35,000 കന്യാസ്ത്രീകൾക്ക് ഈ കേരളത്തെ കീഴ്മേൽ മറിക്കാൻ പറ്റില്ലേ? ഈ കേരളത്തെ മുഴുവനും നവീകരിക്കാനും വിശദീകരിക്കാനും പുതിയതാക്കാനും ഈ 35,000 കേരളത്തിലുള്ള കന്യാസ്ത്രീകൾ വിചാരിച്ചാൽ പറ്റില്ലേ? പക്ഷെ ഒന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് പറയുന്നത്, ഒരു കാലഘട്ടത്തിൽ ഞാൻ പറയും 1% ശരിക്കും വിളി കിട്ടിയവരുള്ളൂ, മറ്റവരൊക്കെ ഉടുപ്പിട്ട് നടക്കുകയാണ്.